എല്ലാ സുഹൃത്തുക്കൾക്കും പുതിയൊരു വീഡിയോയിലോട്ട് സ്വാഗതം. ഇന്നിവിടെ പറയാൻ പോകുന്നത് മാരുതി സുസുക്കി ഓൾട്ടോ 800-ൽ വരുന്ന 800-ൻ്റെ VXi എന്ന വേരിയൻറ്റിൽ വരുന്ന മ്യൂസിക് സിസ്റ്റത്തെ കുറിച്ചിട്ടാണ്. ഇത്തരത്തിലുള്ള ഒരു ഇൻഫർടൈൻമെൻറ്റ് സിസ്റ്റമാണ് നമുക്ക് വാഹനത്തിൽ ലഭ്യമായിട്ടുള്ളത്. മാരുതിയുടെ മറ്റു ചില മോഡലുകളിലും ഇത്തരത്തിലുള്ള ഒരു സെയിം സിസ്റ്റം തന്നെയാണ് വരുന്നത്. ഫോർ എക്സാമ്പിൾ ഇപ്പോൾ വാഗണറിൻ്റെ ചില വേരിയൻറ്റുകളിലും ഇത്തരത്തിലുള്ള ഒരു സെയിം സിസ്റ്റം തന്നെയാണ് വരുന്നത്. അപ്പോൾ ഇതിനെക്കുറിച്ചുള്ള ഒരു ബേസിക് ട്യൂട്ടോറിയലാണ് ഇവിടെ ചെയ്യാൻ പോകുന്നത്. പലർക്കും ഇതിനെക്കുറിച്ചൊരു വ്യക്തമായ ധാരണയില്ല എന്നാണ് എൻ്റെ ഒരു നിഗമനം. ആദ്യം തന്നെ പറയുന്നത്, നമ്മൾ ഇഗ്നീഷൻ ഓൺ ആക്കുന്ന സമയത്ത് തന്നെ വാഹനത്തിൻ്റെ സിസ്റ്റവും ഓണായി വരുന്നതാണ്. ഇത്തരത്തിലായിരിക്കും വാഹനത്തിൻ്റെ ഈ മ്യൂസിക് സിസ്റ്റം ഓണായിട്ട് വരുന്നത്. നമ്മളിവിടെ റൈറ്റ് സൈഡിൽ ഒരു വോളിയം പവർ എന്ന് പറഞ്ഞിട്ട് ഒരു റോട്ടറി നോബ് ഉണ്ട്. നമ്മൾ ഈ നോബ് ജസ്റ്റ് ഒന്ന് ലോങ് പ്രസ് ചെയ്ത് കഴിഞ്ഞാൽ ഇത് ഓഫ് ആവുന്നതാണ്. നമ്മൾ ഈ ഡ്രൈവിംഗ് ടൈമിലൊക്കെ നമുക്ക് ഇത് നമ്മൾ ഉപയോഗിക്കുന്നില്ലെങ്കിൽ ജസ്റ്റ് ഒന്ന് ഇവിടെ ലോങ് പ്രസ് ചെയ്തിട്ട് ഇത് ഓഫാക്കി വയ്ക്കാവുന്നതാണ്. അതുപോലെ തന്നെ ഇതൊന്ന് ജസ്റ്റ് ഒരു സിംഗിൾ ടാപ്പിൽ തന്നെ ഇത് ഓൺ ആവുന്നതാണ്. ജസ്റ്റ് ഇങ്ങനെ ലോങ് പ്രസ് ചെയ്ത് കഴിഞ്ഞാൽ ഓഫാവും, സിംഗിൾ ടാപ്പിൽ ഓൺ ആവും. ഇത് അധികം ആർക്കും അറിയാത്തൊരു കാര്യമാണ്. പിന്നെ നമ്മുടെ ഇവിടെ മോഡ് എന്ന് പറഞ്ഞൊരു ബട്ടൺ ഉണ്ടാവും, ഒരു ഫോർത്ത് ബട്ടൺ. ഇതിൽ നമ്മൾ ജസ്റ്റ് പ്രസ് ചെയ്യണം. ഇപ്പം നിലവിൽ ബ്ലൂടൂത്തിലാണുള്ളത്. ഒന്നുകൂടി പ്രസ് ചെയ്ത് കഴിഞ്ഞാൽ അത് FM-ലോട്ട് മാറും. ജസ്റ്റ് ഒന്നുകൂടി പ്രസ് ചെയ്ത് കഴിഞ്ഞാൽ അത് AM-ലോട്ട് മാറും. ഇത്തരത്തിൽ 3 ഓപ്ഷൻസാണ് നമുക്കിവിടെ അവൈലബിൾ ആയിട്ടുള്ളത്. ചിലർ പറയുന്നൊരു കാര്യമാണ് FM നമുക്ക് റേഞ്ച് കിട്ടുന്നില്ല എന്നുള്ളൊരു കാര്യം. FM ചില സ്റ്റേഷൻസ് വർക്കാവുന്നില്ല എന്ന്. അവർക്കായിട്ടുള്ളൊരു ടിപ്പാണ്, ജസ്റ്റ് നമ്മൾ FM ആണ് സെലക്ട് ചെയ്തതെങ്കിൽ നമുക്ക് ക്ലിയർ ആയിട്ടുള്ളൊരു സൗണ്ട് കിട്ടുന്നില്ലെങ്കിൽ ഈ ഫസ്റ്റ് കാണുന്ന ഈ ലെഫ്റ്റ് സൈഡിലുള്ള ഈ റോട്ടറി നോബ് ലോങ് പ്രസ് ചെയ്യാം. ഇത് പ്രസ് ചെയ്യുന്ന സമയത്ത് ഇങ്ങനെ സ്കാനിങ് എന്ന് പറഞ്ഞ് കാണിക്കും. അപ്പം നമ്മൾ എവിടെയാണോ ഉള്ളത് ആ സ്ഥലത്ത് മാക്സിമം റേഞ്ച് കിട്ടുന്ന നമുക്ക് സ്റ്റേഷൻസ് ഓട്ടോമാറ്റിക്കായിട്ട് നമുക്ക് ഇതിൽ ലഭ്യമാവും. ഇനി നമുക്ക് ഇപ്പം 93.05 എന്നുള്ള സ്റ്റേഷനാണ് കിടപ്പുള്ളത്. അത് നമുക്ക് വേണ്ട എങ്കിൽ ജസ്റ്റ് ഒന്ന് ഇവിടെ പ്രസ് ചെയ്യാം, ഈ ഫസ്റ്റിലെ റോട്ടറി നോബ്. അപ്പോൾ നമുക്ക് ഒരുപാട് ഇവിടെ ഓപ്ഷൻസ് ഉണ്ടാവും, ഒരുപാട് ചാനൽസ്. അത് ജസ്റ്റ് ഒന്നെങ്കിൽ ഇതിങ്ങനെ റൊട്ടേറ്റ് ചെയ്തുകൊണ്ട് നമുക്ക് ചെയ്യാൻ പറ്റും. അല്ലെങ്കിൽ ജസ്റ്റ് ഒന്ന് ഇവിടെ ഇങ്ങനെ പ്രസ് ചെയ്ത് കഴിഞ്ഞാലും പോകും, മീത്തിലോട്ടും താഴോട്ടും. എൻ്റെ ജസ്റ്റ് ഒന്ന് ഇവിടെ ടാപ്പ് ചെയ്താൽ മതി. അപ്പോൾ ആ സ്റ്റേഷനിലോട്ട് മാറിക്കോളും. പിന്നെ നമുക്കിവിടെയുള്ള വേറൊരു ഓപ്ഷൻ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഓക്സിലറിയും USB-യും ഇൻസേർട്ട് ചെയ്യേണ്ട ഒരു ഓപ്ഷനാണ്. ഇത് നമ്മൾ ജസ്റ്റ് ഒന്ന് ഇവിടെ ഇങ്ങനെ അൺലോക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമുക്കിവിടെ 2 സ്ലോട്ട് കാണാം. ഓക്സിലറി കേബിൾ കണക്ട് ചെയ്യാൻ, നമ്മുടെ മൊബൈൽ ഫോണ് കേബിളായിട്ട് കണക്ട് ചെയ്യാൻ പറ്റും. അല്ലെങ്കിൽ നമുക്കിവിടെ USB കണക്ട് ചെയ്യാൻ പറ്റും. USB കണക്ട് ചെയ്യുന്നത് എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളിവിടെ ജസ്റ്റ് ഒന്ന് ഇവിടെ നമ്മുടെ പെൻ ഡ്രൈവ് ഇൻസേർട്ട് ചെയ്യാം. ഇൻസേർട്ട് ചെയ്ത് കഴിഞ്ഞാൽ മോഡ് എന്നുള്ള ബട്ടണിൽ പ്രസ് ചെയ്യാം. അപ്പോൾ 4ാമതായിട്ട് ഒരു ഓപ്ഷൻ കൂടി ഇവിടെ വരും, USB എന്ന് പറഞ്ഞിട്ട്. നമുക്കപ്പോൾ പ്ലേ ആവുന്നതാണ്. ഇപ്പം വോളിയം 0-ലാണ്, അതാണ് സൗണ്ടൊന്നും മറ്റും കേൾക്കാത്തത്. ഇത് നമ്മൾ ഇല്ലെങ്കിൽ നമുക്കിവിടെ ഈസി ആയിട്ട് ഇത് ഇങ്ങനെ ക്ലോസ് ചെയ്യാൻ പറ്റുന്നതായിരിക്കും. പിന്നെ നമുക്ക് ഈ വണ്ടീൻ്റെ ഇതിനൊരു സിസ്റ്റത്തിൻ്റെ നെയിമും പാസ്വേഡും ഉണ്ടാവും നമ്മൾ ബ്ലൂടൂത്ത് ആയിട്ട് മൊബൈൽ കണക്ട് ചെയ്യുന്ന സമയത്ത്. അതറിയാൻ വേണ്ടിയിട്ട് ജസ്റ്റ് നമ്മൾ ഈ ഫസ്റ്റ് ബട്ടണോ അല്ലെങ്കിൽ എൻഡ് ബട്ടണോ ജസ്റ്റ് ഒന്ന് പ്രസ് ചെയ്താൽ മതി. നമുക്ക് ഇനി പെയറിങ് നെയിമും അതുപോലെ തന്നെ പാസ് കീയും ഇവിടത്തെ പാസ്വേഡും നമുക്കിവിടെ അവൈലബിൾ ആയിരിക്കും എപ്പോഴായാലും. ജസ്റ്റ് ഈ ഡിസ്പ്ലേ അല്ലെങ്കിൽ റിട്ടേൺ എന്ന് പറഞ്ഞ ബട്ടൺ ജസ്റ്റ് ഒന്ന് പ്രസ് ചെയ്ത് കഴിഞ്ഞാൽ അത് പോകുന്നതാണ്. അപ്പോൾ ഇതാണ് ഇതിൻ്റെ ഒരു ബേസിക് ആയുള്ള ഫങ്ഷൻസ്. ഇവിടെ ഈ കാണുന്ന റൗണ്ട് പോർഷൻ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് നമ്മുടെ മൊബൈൽ ഫോൺ ഈ സിസ്റ്റം ബ്ലൂടൂത്തുമായിട്ട് കണക്ട് ചെയ്ത് കഴിഞ്ഞാൽ മാരുതി സുസുക്കിയുടെ ഒരു ആപ്ലിക്കേഷൻ ഉപയോഗിച്ച് നമ്മുടെ മൊബൈൽ ഫോണിനെ
മാരുതിയുടെ മറ്റ് വാഹനങ്ങളിലെ ഇൻഫർടൈൻമെൻറ്റ് സിസ്റ്റത്തിന് സമാനമായ ഒരു ബേസിക് ആയിട്ടുള്ള കാര്യങ്ങളൊക്കെ അടങ്ങിയ ഒരു ടച്ച് സ്ക്രീനാക്കി മാറ്റാൻ പറ്റും. അതിന് വേണ്ടിയിട്ടുള്ളതാണ് ഇവിടെ ഒരു പൊസിഷൻ വരുന്നത്. ഇവിടെ നമ്മൾ ജസ്റ്റ് ഒരു കോയിൻ ഇട്ട് ഈ ജസ്റ്റ് ഒന്ന് ഹോൾഡ് ചെയ്തിട്ട് ഒന്ന് റൊട്ടേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ ഈ പോർഷൻ ഇങ്ങോട്ട് കയ്യിൽ ഊരി വരും. ഇവിടെ ഇവിടെ ജസ്റ്റ് നമുക്ക് ഒരു മൊബൈൽ ഹോൾഡർ, മാരുതി സുസുക്കി ഇത്തരത്തിലുള്ള മോഡലുകൾക്ക് മാത്രമായി നിർമ്മിച്ച ഒരു പ്രത്യേകം മൊബൈൽ ഹോൾഡർ ഉണ്ട്, മൊബൈൽ ഡോക്ക്. അത് നമുക്ക് മാർക്കറ്റിൽ അവൈലബിൾ ആണ്. മാരുതി സുസുക്കിയുടെ ഷോറൂമിലും മറ്റും അത് അവൈലബിൾ ആണ്. ഏകദേശം ഒരു 1000-നടുത്ത് അതിന് വില വരുന്നുണ്ട്. അത് ജസ്റ്റ് നമുക്ക് ഇതിലോട്ട് ഇൻസേർട്ട് ചെയ്ത് ഫിക്സ് ചെയ്യാവുന്നതാണ്. അത് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഈ ചെറിയ സ്ക്രീന് പകരം നമ്മുടെ മൊബൈൽ ഫോൺ ഇവിടെ നമുക്ക് ഡോക്ക് ചെയ്ത് വെക്കാൻ പറ്റുന്നതായിരിക്കും. അതിനാണ് ഈ ഇത്തരത്തിലുള്ളൊരു സംവിധാനം സുസുക്കി ചെയ്തത്. ഇത് നമുക്ക് വേണ്ടെങ്കിൽ ജസ്റ്റ് ഒന്ന് ഇങ്ങനെ പ്രസ് ചെയ്തിട്ട് നമുക്കിതിവിടെ ലോക്കാക്കി വെക്കാം. ഒക്കെ തന്നെയാണ് കുറച്ച് ബേസിക് ആയിട്ടുള്ള കാര്യങ്ങൾ. പിന്നെ നമ്മുടെ ഈ മെനു എന്ന് പറഞ്ഞ ബട്ടൺ പ്രസ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്കിവിടെ സൗണ്ട് സെറ്റിങ്സ്, അതുപോലെ തന്നെ ബ്ലൂടൂത്ത്, സിസ്റ്റം സെറ്റിങ്സ് എന്ന് പറഞ്ഞിട്ടുള്ള കുറച്ച് കൂടുതൽ ഓപ്ഷൻസ് വരുന്നുണ്ട്. ഇതിനെക്കുറിച്ച് ഡീറ്റെയിൽഡ് ആയിട്ട് മറ്റൊരു വീഡിയോയിൽ നമ്മൾ പറയുന്നതാണ്. പിന്നെ ഇവിടെയുള്ള കീസ് പറഞ്ഞൊന്നും പറയേണ്ട ആവശ്യമില്ല. മോഡ് പറഞ്ഞു, ഇത് ഡിസ്പ്ലേ അല്ലെങ്കിൽ റിട്ടേൺ എന്നുള്ളൊരു ബട്ടണാണ് സെൻട്രലായിട്ട് വരുന്നത്. എൻഡിൽ നമ്മൾ ബ്ലൂടൂത്തും മൊബൈൽ ഫോണും ഒക്കെ ഇതിൻ്റെ ബ്ലൂടൂത്തും മൊബൈൽ ഫോണുമായി കണക്ട് ചെയ്ത് കഴിഞ്ഞാൽ കോൾ എടുക്കാനും അതുപോലെ തന്നെ കോൾ ഡിസ്കണക്ട് ചെയ്യാനുള്ള ബട്ടൺസാണ് ഈ സ്റ്റാർട്ടിങ്ങിലും എൻഡിലൊക്കെ വരുന്നത്. അപ്പോൾ അത്രയൊക്കെ തന്നെയുള്ളൂ. ഇത് നമ്മൾ ജസ്റ്റ് ഒന്ന് ഇങ്ങനെ മ്യൂസിക്കൊക്കെ പ്ലേ ചെയ്യുമ്പോൾ അല്ലെങ്കിൽ ചാനൽസ് അങ്ങോട്ടും ഇങ്ങോട്ടും ചേഞ്ച് ചെയ്യാൻ വേണ്ടിയിട്ടുള്ളതാണ് ഈ 2 ബട്ടൺസ് ഇവിടെ കാണുന്നത്. അപ്പോൾ ഇത്രയൊക്കെ തന്നെയുള്ളൂ. നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ഇത്തരത്തിലുള്ള ഇൻഫർമേറ്റീവ് ആയിട്ടുള്ള കൂടുതൽ വീഡിയോസ് ലഭിക്കാനായിട്ട് ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. അതുപോലെ തന്നെ തൊട്ടടുത്തുള്ള ബെല്ലൈക്കൺ പ്രസ് ചെയ്യുക. കൂടുതൽ ഇൻഫർമേറ്റീവ് ആയിട്ടും കുറച്ചുകൂടി ക്വാളിറ്റിയിലുള്ള വീഡിയോസായി ഉടൻ തന്നെ എത്തുന്നതായിരിക്കും. താങ്ക് യു.